കലോത്സവം എന്ന് പറഞ്ഞാൽ എപ്പോഴും യഥാർത്ഥത്തില് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നതെല്ലാം തന്നെ ഞാനൊക്കെ എല്ലാ പരിപാടിയിലും മത്സരിക്കുന്ന ആളായിരുന്നു സ്കൂളിൽ. വളരെ കൗതുകരമായ കാര്യം, അന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തതിൽ പോലും പേര് കൊടുക്കും, എല്ലാറ്റിനും പേര് കൊടുക്കും. ഒരു ബുക്ക് അന്ന് ഒരു വൈറ്റ് പേപ്പറിൽ, നോട്ട്ബുക്ക് പേപ്പറിലാണ് എഴുതി കൊടുക്കേണ്ടത്, പേരെഴുതി കൊടുക്കേണ്ടത്. മുകളിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകൻ്റെ കയ്യിൽ കൊടുക്കണം, എല്ലാറ്റിനും കൊടുക്കും. പക്ഷേ അന്ന് കൊടുക്കാതിരുന്നൊരെണ്ണമുണ്ട്, അത് പ്രസംഗമാണ്. കാരണം പ്രസംഗിക്കാൻ എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പദ്യപാരായണം കൊടുക്കും, ഇവൻ പാട്ട് പാടാൻ തീരെ അറിഞ്ഞൂടാ, പക്ഷെ അതുകൊണ്ട് സമൂഹഗാനം കൊടുക്കും. ചുണ്ടറിയാതെയല്ല, അപ്പൊ കൂട്ടത്തിൽ പാടിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷെ അപ്പോഴും പ്രസംഗത്തിന് കൊടുത്തിരുന്നില്ല. പ്രസംഗിക്കാൻ അത്ര പോലും എനിക്ക് അറിയില്ല, തീരെ അറിയില്ല എന്നൊരു ബോധ്യത്തിലായിരുന്നു. അതിൽ നിന്ന് എൻ്റെ ഒരു ലേണിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ പല കഴിവുകളും നമ്മൾ തിരിച്ചറിയില്ല എന്നുള്ളതാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് എനിക്ക് പ്രസംഗിക്കാൻ അറിയാമെന്ന് പ്രീഡിഗ്രി കാലത്ത് ഞാൻ തിരിച്ചറിയില്ല. പക്ഷേ എനിവേ ഞാൻ അന്ന് നാടകത്തിലാണ് തന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുമായിരുന്നു. മോണോആക്ട് വളരെ ഡെഡിക്കേറ്റഡായി ചെയ്യുമായിരുന്നു. ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു, വളരെ നന്നായി തന്നെ ചെയ്യുമായിരുന്നു. സംതിങ് ലൈക്ക് പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ പ്രശ്നം, ഞങ്ങളിത് വന്ന് മുകളിലോട്ട് കലോത്സവങ്ങളിലൊന്നും കൊണ്ടുപോയ അനുഭവങ്ങളൊന്നുമില്ല. അതിൽ അനുഭവമുള്ള ആൾ അമൃതയാണ്. അല്ല, അമൃതയുടെ കാര്യം പറയണം. അമൃതയുടെ കാര്യം പറയുമ്പോഴേ, അമൃത ലോ കോളേജിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. അന്ന് കേരള യൂണിവേഴ്സിറ്റി കലോത്സവം, അങ്ങനെ ഒപ്പനയുടെ കോർഡിനേറ്റർ ഞാനായിരുന്നു. അങ്ങനെ ഒപ്പനയിൽ അമൃത ഉണ്ടായിരുന്നു. അമൃത നല്ല പാട്ടുകാരിയാണ്. അമൃത പാട്ടോട്, അമൃത കൊണ്ട് നമുക്കൊരു പാട്ടൊക്കെ പഠിക്കണം. അമൃത പാട്ടിനേക്കാൾ വരെ സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ പോയി വിൻ ചെയ്ത ആളാണ്. തുടർച്ചയായ 3 വർഷം സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ. അത് ഏതാണ് പാട്ടല്ല, ഏതാന്ന് പറയാം. അതൊരു മത്സരം, ഇത് കാവ്യകേളിയാണ് എന്റെ ഇടം. കാവ്യകേളി ശരിക്കും പറഞ്ഞാൽ അന്നൊന്നും ആർക്കും അറിയില്ല ഇതെന്താണ് സംഭവം. നമുക്ക് അക്ഷര ശ്ലോകം അറിയാം, അതായത് സംസ്കൃത വൃത്തത്തിലുള്ള ശ്ലോകങ്ങളെടുത്ത് നമ്മൾ 4 വരി ചൊല്ലും. അതിന്റെ 3ാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം, അങ്ങനെയാണല്ലോ കളി പോകുന്നത്. പക്ഷെ ഇതേപോലെ തന്നെ ഭാഷാവൃത്തം, അതായത് സംസ്കൃത വൃത്തം വരാൻ പാടില്ല, ഭാഷാവൃത്തങ്ങളായിട്ടുള്ള നവോന്നത, അങ്ങനെയുള്ള വൃത്തക്കാകളി, ഈ വൃത്തങ്ങളിലുള്ള കവിതകൾ ഒരു 1000 എണ്ണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ 8 വരി വെച്ച് പഠിക്കും. ഇത് പഠിച്ചു വെച്ചിട്ട് നമ്മൾ അന്താക്ഷരി കളിക്കില്ലേ സിനിമാ പാട്ട് വെച്ച്, അതുപോലെ തന്നെ ഭാഷാവൃത്ത കവിതകൾ ആദ്യം ഒരാൾ 8 വരി ചൊല്ലുന്നു, അത് 5ാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം ഇങ്ങനെ ചൊല്ലിപ്പോവും. എവിടെയെങ്കിലും ഒക്കെ ബ്രേക്ക് ആവുന്നവർക്ക് പോയിന്റുകൾ തുടർച്ചയായിട്ട്. എന്നെ സുനിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 9ാം ക്ലാസ്സിലാണ് കടയ്ക്കൽ ഗവൺമെന്റ് എച്ച് പഠിക്കാൻ വരുന്നത്. അവിടെ വരുമ്പോൾ സുനിൽ എന്ന് പറയുന്ന ഒരു അധ്യാപന ക്ലാസ്, ഞാൻ 9Jയിലാണ് പഠിച്ചത്. അവസാനത്തെങ്കിൽ പുറകിലെ ഡിവിഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു വിചാരം അങ്ങനെയല്ലോ, വലിയ പരിഗണനയോ ഒന്നും കിട്ടാത്തവരാണ്. അതിനു മുമ്പേ കോട്ടൺ ഹില്ലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സുനിൽ സാർ ആദ്യമായിട്ട് ഫ്രഷ് അധ്യാപകർ വരുമ്പോൾ ഉള്ളൊരു ഉത്സാഹമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ സാർ ഇങ്ങനെ ക്ലാസ്സുകളിലൊക്കെ, അപ്പൊ എന്നെ ക്ലാസ്സിൽ ഞാൻ അച്ഛൻ നന്നായി കവിത ചൊല്ലും. അപ്പൊ ഞാനത് കേട്ടിട്ട് ചൊല്ലും, പാട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ അപ്പൊ അങ്ങനെ കവിത ചൊല്ലി തുടങ്ങി. സാർ അങ്ങനെ ഒരു ദിവസം നീ എൻ്റെ കൂടെ വാ, നമുക്ക് ബാക്കി ക്ലാസ്സുകളിൽ കൊണ്ട് തന്നെ കവിത ചൊല്ലിക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു, നിനക്ക് ഇങ്ങനെ കാവ്യകേളി എന്നൊരു ഇനമുണ്ട്, അക്ഷര ശ്ലോകം മത്സരിക്കണം. സാറിന്റെ കൂടെ വെറുതെ കളിക്ക് ഉച്ച സമയം, ലഞ്ച് ബ്രേക്ക് സമയത്ത് പോയിരുന്നു തുടങ്ങിയതാണ്. അത് അവിടുന്ന് പാലാഴി അക്ഷര ശ്ലോക കാവ്യകേളി സദസ് എന്ന് പറഞ്ഞ വിപുലമായി. അതിൽ കൗതുകരമായ ഒരു കാര്യം കൂടിയുണ്ട്. ആ സുനിൽ മാഷ് ഈ കലോത്സവത്തിനും ടീമിനെയും കൊണ്ടുവരുന്നുണ്ട്. അതെ, സാറിന്റെ കുട്ടികളെ ഇപ്പോഴും വരുന്നുണ്ട്, ഈ ഫെസ്റ്റിന് വരുന്നുണ്ട്. പിന്നെ പ്രസംഗം മത്സരിച്ചിരുന്നു ജില്ലാതലം വരെയൊക്കെ പല പ്രാവശ്യം. നമുക്ക് വേണ്ടി ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? അതാണ് നാടകഗാനം തയ്യാറായി വന്നിരിക്കുകയാണ്. ഇത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വരും പാടെന്ന് പറയുമ്പോ ഞാൻ പെട്ടെന്ന് ഇപ്പോഴും ഞാൻ പാടുന്നത് ഞാൻ പറയും, പക്ഷെ നീ പാടില്ല. പ്രൊഫഷണൽ ഇന്ന് പാടിയിട്ട് തന്നെ ഈ അവസരത്തിൽ പാടിയില്ലെങ്കിൽ. ഞാൻ ഹയർ സെക്കൻഡറി കലോത്സവം, +2 കലോത്സവം ഞാൻ മത്സരിച്ചത് തിരുവനന്തപുരം കലോത്സവത്തിലാണ്. എനിക്ക് പട്ടം ഗേൾസ് ആയിരുന്നു എന്റെ വേദി. അന്ന് എന്റെ അധ്യാപികയായിട്ട് വന്നത് അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ സാറിന്റെ ഭാര്യയാണ് ഗീതാ രത്നാകരൻ. ടീച്ചർ എന്നെ കൊണ്ടുവരുന്ന മനോരമ ഒരു വലിയ നല്ലൊരു സ്റ്റോറിയൊക്കെ അത് ചെയ്തിരുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയാണ്. അത് ഞാൻ ഈ ഇടയ്ക്ക് ആരോ എനിക്കിത് ഈ കുത്തിപ്പൊക്കുന്ന ടീമുകൾ ആരൊക്കെ എടുത്തത്. പക്ഷെ വലിയ സന്തോഷമുണ്ട്, എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതായിരുന്നു. അങ്ങനെ കുറെ നല്ല അനുഭവം കലോത്സവം ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയണേ, ഈ സേഫ് സൈഡിലാതെ ഞങ്ങളുടെ ചിയർ ടീമായിരുന്നു.
എല്ലാ ഗ്രൂപ്പ് ഇവന്റിന്റെയും ഒരു പ്രധാന ഗായികയാവാൻ പലപ്പോഴും ഓപ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ വന്ന് ലോ കോളേജിൽ പെട്ട് അന്ന് മാർഗംകളിക്ക്, ഒപ്പനയ്ക്ക്, തിരുവാതിരയ്ക്കൊക്കെ മെയിൻ പാട്ടുകാരിയാണ്. സംഘഗാനത്തിന് ഗ്രൂപ്പിലുണ്ട്. അപ്പോഴും ഞങ്ങളുടെ ചിയർ ടീം ആയിരുന്നു സേവ്സേലാതെ. ഇതിന് ആവശ്യമില്ലാതെ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. പാട് ചുമ്മാ പാടി. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു സീനിയർ ജൂനിയർ ബന്ധം ഒരിക്കലും ഉണ്ടായിട്ടില്ല. നല്ല അതിനേക്കാൾ വലിയ സൗഹൃദം ഉണ്ട്. അപ്പൊ നമുക്കിത് കേൾക്കാം. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. കതിരണിപ്പാടത്ത് വെയിൽമൂത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ. കതിരണിപ്പാടത്ത് വെയിൽമൂത്ത നേരത്ത് കതിരും കൊണ്ടോടിവാ കാറ്റേവാ. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. അടിപൊളി, കേട്ടില്ല. ഒരു അഭ്യർത്ഥനയോടുള്ളത് ഈ നാടകഗാനങ്ങളെ, നാടക മത്സരത്തിനുണ്ടല്ലോ, നാടകഗാനങ്ങൾ മത്സര ഇനമായി വരണം എന്നുള്ള ഒരു ചെറിയ റിക്വസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. അതെ അതെ, എപ്പോഴെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു ആഗ്രഹം. നാടകഗാനങ്ങളുടെ വലിയ പാരമ്പര്യം ഉണ്ടല്ലോ. അതുവഴി പോണമെന്നില്ല. ആസ് എ പഴയ ഒരു പാർട്ടിസിപ്പന്റ് എന്ന നിലയിൽ ഞങ്ങൾക്ക് മന്ത്രിയോട് പറയാം. എന്തെങ്കിലും പരിപാടി നമുക്ക് വേണ്ടി അത് എന്തെന്നറിയാമോ, എന്റെ അതെന്തെന്നറിയാമോ, ഇപ്പോഴും നമ്മൾ അതിന്ന് അതൊരു സ്റ്റേജ് പെർഫോമൻസ് ആണ്. ഞാൻ ചെയ്തിരുന്നതൊക്കെ ഇപ്പോൾ മോണാക്ട് ചെയ്തിരുന്നു ഒരുപാട് കാലം. കഥാപ്രസംഗം ചെയ്യുമായിരുന്നു. അത് യൂത്ത് ഹോസ്റ്റൽ, നമ്മുടെ യൂണിവേഴ്സിറ്റി യൂത്ത് ഹോസ്റ്റലിലായിരുന്നു. പിന്നെ ബാക്കി അതിനോടനുബന്ധിച്ചുള്ള സ്കിറ്റ്, തിയേറ്റർ, നാടകം, അങ്ങനെയുള്ള തിയേറ്ററാണ് എൻ്റെ ഒരു ഏരിയ. നാടകം അതിനുശേഷവും ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ അല്ല, അതിനുശേഷവും അമച്വർ നാടകം ചെയ്തിട്ടുണ്ട്. ക്യാമ്പസ് ജീവിതത്തിന് പുറത്തും സ്കൂളിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്കൂളിന് പുറത്തും ചെയ്തിട്ടുണ്ട്. നാടകത്തിൻ്റെയൊക്കെ സേഫിനറിയാമല്ലോ, വെഞ്ഞാറമൂടാണ് എൻ്റെ സ്ഥലം. അത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാടക കേന്ദ്രമാണ്. അതപ്പോഴും ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ സ്വാഭാവികമായൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെ അതിപ്പോൾ ഇവിടെ കാണിക്കാൻ പറ്റില്ല. കാരണം എന്നറിയാമോ, അതൊരു വേറൊരു പെർഫോമൻസിൻ്റെ വലുതാണ്. പരകായ പ്രവേശം നടത്തണം. പിന്നെ കുറേ കാലമായിട്ട് നമ്മളതിൻ്റെ ഒരു ടച്ച് മാറി. നമ്മൾ ഹെഡ് ക്വാർട്ടേഴ്സ് കോഴിക്കോടാണ്. അപ്പൊ ഇപ്പൊ അവിടെ ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് വന്നിരിക്കുകയാണ്. അമൃത മാമിന്റെ പാട്ടിന് അവിടെ ഭയങ്കര റഹീം സാർ ഇപ്പൊ എന്താണ് കലയുമായിട്ട് ഇപ്പൊ സൂക്ഷിക്കുന്ന ബന്ധം? എന്താ കലയുമായി സൂക്ഷിക്കുന്ന ബന്ധം? അത് ഗംഭീരം സൂക്ഷിക്കുന്നു. അതിലുപരിയായിട്ട് സിനിമ, എല്ലാ സിനിമയും കാണാറുണ്ട്. സിനിമാ ലോകവുമായിട്ടൊരു നല്ല ബന്ധവും ആത്മബന്ധം വെക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിയേറ്ററാണ്. തിയേറ്റർ പ്രധാനമായും നാടക ലോകവുമായിട്ട് അങ്ങനെ ബന്ധം വെക്കാറുണ്ട്.